ഞാൻ അഖിൽ റമി. നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ മുതൽ നെഞ്ചക്കിന്റെ ഒരു വീഡിയോ കൂടി സ്റ്റാർട്ട് ചെയ്യാണ്. നെഞ്ചക്കിന്റെ ഫസ്റ്റ് സെക്ഷൻ ആണ്. അപ്പൊ നെഞ്ചക്ക് എന്ന് പറയുന്നത് നുഞ്ചാക്കു എന്ന് പറയും, നെഞ്ചക്ക് എന്ന് പറയും. നമുക്ക് പണ്ടൊക്കെ ചെറുപ്പത്തിൽ നെഞ്ചക്ക് എന്നേ കേട്ടിട്ടുണ്ടായിരുന്നു. നെഞ്ചാക്കു, നുഞ്ചാക്കു എന്നൊക്കെ പറയും. ഓക്കെ, ഇതാണ് സാധനം. പിന്നെ നെഞ്ചക്ക് എന്ന് പറയുന്നതിൽ കരാട്ടയിലെ ഒരു മെയിൻ വെപ്പണാണ് നെഞ്ചക്ക്. അപ്പൊ നെഞ്ചക്കുവില് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് കുറെ ടൈപ്പ് നെഞ്ചക്ക്. നമ്മൾ ആദ്യം നെഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നെഞ്ചക്ക് ഏറ്റവും നല്ലൊരു എഫക്റ്റീവ് ആയിട്ടുള്ള വെപ്പണാണ്. ഓക്കെ, അറ്റാക്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ബെസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. കരാട്ടയിൽ ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയിട്ടുള്ള ഒരു സാധനമാണ് നെഞ്ചക്ക് എന്ന് പറയുന്നത്. ബ്രൂസ്ലി ഫിലിമിലൊക്കെ ഏറ്റവും കൂടുതൽ കാണാൻ വരുന്ന ഒരു സാധനമാണ്. ഇതില് നെഞ്ചക്ക് കുറെ ടൈപ്പ് ഉണ്ട്. ഓക്കെ, ടൈപ്പ് എന്ന് പറയുന്നത് അതായത് മെറ്റീരിയൽസിന്റെ ടൈപ്പ് ഉണ്ട്. മെറ്റീരിയൽസിന്റെ ടൈപ്പ് അല്ലാതെ രണ്ട് ടൈപ്പ് നെഞ്ചക്ക് നമ്മൾ യൂസ് ചെയ്യും. നെഞ്ചക്ക് യൂസ് ചെയ്യുന്നത് ഒന്ന് നെഞ്ചക്ക് തന്നെ ഇതുപോലെ ഉണ്ടാവും, ഒരു ചെയിൻ ഉണ്ടാവും സെന്ററിലായിട്ട്, രണ്ട് റോഡും. ഓക്കെ, ഈ റോഡ് കൊണ്ടാണ് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന പാർട്ട്. അപ്പൊ ഇതില് നെഞ്ചക്ക് സെലക്ട് ചെയ്യുന്ന സമയത്ത് രണ്ട് ടൈപ്പ് നെഞ്ചക്ക് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് നെഞ്ചക്ക് എന്ന് പറയുന്നതിൽ ഇവിടുത്തെ ലെങ്ത് ഒക്കെ നമ്മളൊരു ചെയിൻ ഉണ്ടാവും. ഈ ചെയിന്റെ ലെങ്ത് ഒരു പിടി. ഓക്കെ, സാധാരണ ഒരു പിടിയുള്ള നെഞ്ചക്കുണ്ട്, രണ്ട് പിടി വരുന്നുണ്ട്. രണ്ട് പിടി വരുന്ന നെഞ്ചക്കില് നമ്മള് ഇതുപോലെ ഈ നെഞ്ചക്കിന്റെ പ്രത്യേകത, ഈ നെഞ്ചക്കില് നമുക്ക് ഇവിടുത്തെ ലെങ്ത് കൂടുതൽ. ഓക്കെ, ഇവിടുന്ന് രണ്ട് പിടി വരും. ഇതിന് ഡിസ്റ്റൻസ് കൂടുതലാണ്, ലെങ്ത് കൂടുതലാണ്. നമ്മൾ സാധാരണ ഉടൻ നെഞ്ചക്കൊക്കെ നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന നെഞ്ചക്ക് ഈ സ്റ്റൈലായി. ഓക്കെ, ലെങ്ത് കൂടുതലുള്ള സാധനമായിരിക്കും. ലെങ്ത് കൂടുതലാകുമ്പോൾ നമുക്ക് കൂടുതൽ ട്രിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഹാൻഡ് റൊട്ടേഷൻ ഒക്കെ ചെയ്യുമ്പോൾ ഹാൻഡ് റൊട്ടേഷനിൽ ആക്ച്വലി രണ്ട് റൊട്ടേഷൻ ഒക്കെ കഴിഞ്ഞാലാണ് നമുക്ക് കൈ കിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് സാധാരണ ആ നെഞ്ചക്കിലാണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്ന നെഞ്ചക്കിലൊക്കെ ആണെങ്കിൽ ഒരു റൊട്ടേഷൻ നമുക്ക് ഒരു സിംഗിൾ റൊട്ടേഷനിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്യാച്ച് വരും. ഓക്കെ, പക്ഷെ ഇവിടെ ലെങ്ത് കൂടുന്നതിനനുസരിച്ച് നമുക്ക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും രണ്ട് റൊട്ടേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതുപോലെ അപ്പോൾ അവിടെ തന്നെ രണ്ട് റൊട്ടേഷൻ ചെയ്യുമ്പോഴാണ് നമുക്ക് കൈലോട്ട് വരുള്ളൂ. കുറച്ച് പ്രയാസമാണ്. രണ്ടാമത്തെ ആകുമ്പോഴേക്കും സ്ലിപ്പായി പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് സാധാരണ റൊട്ടേഷൻ നെഞ്ചക്കിന്റെ റൊട്ടേഷൻസും അപ്ലിക്കേഷൻസും ചെയ്യുന്ന സമയത്ത് ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. ഇവിടുന്ന് ഇതുപോലെ രണ്ട് റൊട്ടേഷന് ശേഷം ഹോൾഡ് ചെയ്യുമ്പോഴേക്കും ടൈം അത്രയും ലാഗാണ്. അപ്പൊ അതാണ് ഇതിനൊരു ചെറിയൊരു പ്രശ്നമുള്ളൂ. അറ്റാക്കൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് മതി, ഈ നെഞ്ചക്ക് തന്നെ ധാരാളം മതി. ഓക്കെ, അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. ഇതൊക്കെ കുട്ടികൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളാണ്. അതാണ് ഇതിന്റെ കളർഫുൾ ആയിട്ടുള്ള സാധനം. ഇതിന് സ്പോഞ്ചാണ്, അകത്ത് മെറ്റലിന്റെ ചെറിയ മെറ്റലാണ്, ലൈറ്റ് മെറ്റലാണ്, മോഡേൺ സ്പോഞ്ചാണ്. ഇപ്പൊ എന്റെ സ്റ്റുഡൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി വാങ്ങിയ സാധനമാണ് ഈ നെഞ്ചക്ക്. ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന നെഞ്ചക്കിലാണെങ്കിലും ഇത് USIയുടെ നെഞ്ചക്കാണ്, USI കമ്പനിയുടെ നെഞ്ചക്കാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ ഇതിന് വെയിറ്റ് ഉണ്ട്, എന്നാലും ഇതും സോഫ്റ്റ് ആണ് കേട്ടോ. ഇതിന് മുകളിൽ സ്പോഞ്ചിന്റെ ടൈപ്പാണ്. നമ്മൾ നെഞ്ചക്ക് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്തൊക്കെ ഏറ്റവും നല്ലത് ഇതുപോലത്തെ നെഞ്ചക്ക് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ആരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാനോ നല്ലല്ലോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലത്തെ നെഞ്ചക്കാണ്. ഇതധികം പോവില്ല. മരത്തിന്റെ നെഞ്ചക്കൊക്കെ വാങ്ങുമ്പോൾ പെട്ടെന്ന് ഈ ഭാഗമൊക്കെ എത്ര വെച്ച് ആണിയൊക്കെ തെറിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതിനേക്കാളും നല്ലതാണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെഞ്ചക്കില് ഹോൾഡ് എങ്ങനെ വരും നോക്കാം. അപ്പൊ നെഞ്ചക്ക് നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെഞ്ചക്ക് എങ്ങനെ ഹോൾഡ് ചെയ്യുന്നു, എങ്ങനെയാണ് അതിന്റെ പൊസിഷൻ. സോ ഫസ്റ്റ് റൊട്ടേഷൻസ് ആയിട്ടുള്ള ബേസിക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുള്ള ഒന്ന് രണ്ട് റൊട്ടേഷൻസ് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. നോക്കാം. അപ്പൊ നെഞ്ചക്ക് സ്റ്റാർട്ട് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നത് ഇതിന്റെ ഇത്രയും വലിയ റോഡാണെങ്കിലും ഇതിന്റെ ഈ എൻഡിലല്ല ഹോൾഡ് ചെയ്യാം. നമ്മൾ ഹോൾഡ് ചെയ്യുന്നത് ഈ ചെയിനിന്റെ തൊട്ടടുത്തായിട്ടാണ്. ഓക്കെ, ഇവിടെയാണ് നമ്മൾ ഹോൾഡ് വരിക. നമ്മൾ ഹോൾഡ് ചെയ്യുന്ന പൊസിഷൻ നോക്കിയിട്ട് ഈ ഭാഗത്താണ് നമ്മൾ ഹോൾഡ് വരിക. ഓക്കെ, മാക്സിമം അടുത്തായിട്ട് ക്ലോസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ ഹോൾഡ് ചെയ്യും. ഓക്കെ, ഇത് അധികത്ത് കൊണ്ടാണ് ഇവിടുന്ന് ചെറിയൊരു ഡിസ്റ്റൻസ് മാത്രം. അപ്പോൾ ചെയിനിൽ നിന്ന് തൊട്ടടുത്ത് ഈ ഒരു ഡിസ്റ്റൻസിലാണ് നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുന്നത്. ഈ ഹോൾഡ് നിന്നാണ് നമ്മൾ റൊട്ടേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെ ഹോൾഡ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ഹോൾഡ് ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ട് കൈകളാണെങ്കിൽ ഇതുപോലെ ഹോൾഡ്. ഓക്കെ, രണ്ട് ടൈപ്പ് ഹോൾഡ് എന്ന് വെച്ചാൽ സാധാരണ നെഞ്ചക്കിൽ രണ്ട് ഹോൾഡ് മാത്രമേ ആവശ്യമുള്ളൂ. ഒന്ന് ഈ ഹോൾഡ്, ഓക്കെ, നമ്മൾ ടോപ്പ് നേരെ കേസ് ചെയ്യുന്ന ഈ ഹോൾഡ്. രണ്ടാമത്തത് ഇവിടെ നിന്നുള്ള ഈ ഹോൾ. ഓക്കെ, ഇത് റിവേഴ്സ് ആയിട്ടുള്ള ഈ ഹോൾ. ഇത് നമ്മൾ റൊട്ടേഷന്റെ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഈ രണ്ട് ഹോൾഡ് നമ്മൾ ഒരേപോലെ യൂസ് ചെയ്യും. ഓക്കെ, ഇവിടുന്ന് റൊട്ടേഷൻ ഈ സാധനങ്ങൾക്കൊക്കെ ഈ രണ്ട് ഹോൾഡ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതാണ് റൊട്ടേഷനിലെ രണ്ട് ഹോൾഡ്. ഒന്നാമത്തെ ഹോൾഡ് ഇതുപോലെ വരും. ഓക്കെ, ഇത് നമ്മൾ നേരെ ഹോൾഡ്, അതായത് ഈ ഭാഗം എങ്ങോട്ടേക്കായിട്ട് താഴേക്കായിട്ട് പിടിച്ചിട്ടുള്ള ഒന്നാമത്തെ ഹോൾഡ്. രണ്ടാമത്തെ ഹോൾഡ് നേരെ റിവേഴ്സ് എങ്ങനെ വരും, ഇതുപോലെ ഹോൾഡ്. അപ്പൊ ഇതിന് പ്രത്യേകം നോക്കാം, ഈ ടോപ്പ് ഇപ്പോൾ മുകളിലേക്കാണ് അല്ലെ, മുകളിലേക്കാണ്. ഈ ഭാഗം തിരിച്ചിരിക്കുന്ന റിവേഴ്സ് ആയിട്ടാണ്. കൈ വരും നോക്കിയാൽ, കൈ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് ഈ ഭാഗം താഴെ റിവേഴ്സ് ആയിട്ടാണ് ഈ ഭാഗം വരിക. രണ്ടാമത്തെ ഹോൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പിടിക്കാം. ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നോക്കിയാൽ ഇത് ഇങ്ങനെയാണ് വരും. ഓക്കെ, നേരെ താഴെ. ഈ രണ്ട് ഹോൾഡേ ഉള്ളൂ. എന്നുവെച്ചെങ്കിൽ എല്ലാ ഹോൾഡും നമുക്ക് ആകെ ഈ രണ്ട് ഹോൾഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് ഈ രണ്ട് ഹോൾഡ്. ഒന്ന് നേരെ ഈ ഗ്രിപ്പ് നമ്മൾ റിവേഴ്സ് ഗ്രിപ്പ് എന്ന് പറയും, റിവേഴ്സ് ഗ്രിപ്പും പിന്നെ നേരെ പിടിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഗ്രിപ്പ്. ഓക്കെ, ഇതാണ് രണ്ട് ഗ്രിപ്പുകൾ യൂസ് ചെയ്യുന്നത്. ഇതേ രണ്ട് ഗ്രൂപ്പാണ് നമ്മൾ എല്ലാ സാധനത്തിലും ഏത് റൊട്ടേഷൻ ആണെങ്കിലും നമ്മൾ ലാസ്റ്റ് ഹോൾഡ് വരുന്നത് ഒന്നുകിൽ ഈ പൊസിഷനിലായിരിക്കും അല്ലെങ്കിൽ ഈ പൊസിഷനിലായിരിക്കും. ഈ രണ്ട് ഹോൾഡ് മാത്രമേ നമുക്കുള്ളൂ. ഓക്കെ, അപ്പൊ നെഞ്ചക്ക് പ്രാക്ടീസിൽ നമുക്ക് ആദ്യം ഇത് കൈകാര്യം ചെയ്യാൻ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത് രണ്ട് ബേസിക് റൊട്ടേഷൻ ആണ്. ബേസിക് റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഈ നെഞ്ചക്ക്
നെഞ്ചക്കുവിനെ ഈ ഭാഗം നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നു, ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്ന ഭാഗം. ഇതുപോലെ ഫസ്റ്റ് റൊട്ടേഷൻ ഒരു സൈഡിൽ എന്ത് ചെയ്യാം, ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യാം. ഒരു 10 പ്രാവശ്യം ഒരു സൈഡിൽ റൊട്ടേറ്റ് ചെയ്യാം. പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത്, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഒരു 10 പ്രാവശ്യം ഒരു ഡയറക്ഷൻ. ഞാൻ റിവേഴ്സ് ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു സൈഡിൽ നമ്മൾ ബോഡിക്ക് ചേർന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് റൊട്ടേഷൻ. ഒരു 10 റൊട്ടേഷൻ ചെയ്തതിന് ശേഷം അതേ സൈഡിൽ നേരെ തിരിച്ച് റൊട്ടേറ്റ് ചെയ്യാം, റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഒരു 10 കൗണ്ട് ചെയ്യാം. ഇതേ സാധനം നമ്മൾ നെഞ്ചക്കുല് 2 കൈയും ഒരേപോലെ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ തന്നെ എന്ത് ചെയ്യാം, 10 കൗണ്ട് ഇത് ബാക്കിലോട്ട് റിവേഴ്സ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, 10 കൗണ്ട് റൊട്ടേറ്റ് ചെയ്തിട്ട് നേരെ അവിടെ തിരിച്ച് ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഇതിൽ ഏറ്റവും ബേസിക് ആയിട്ട് ആദ്യം ചെയ്യേണ്ട റൊട്ടേഷൻ എന്ന് പറയും. സോ റൊട്ടേഷൻ 2 കൈക്കും ചെയ്യാൻ എപ്പോഴും ഓർമ്മിക്കാം. റൈറ്റ് ചെയ്താൽ അത് എങ്ങോട്ടേക്ക് ചെയ്യാം, ലെഫ്റ്റും ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാട്ടെ. ഈ ഭാഗം ഹോൾഡ് ചെയ്യുന്ന ഓർമ്മിക്കാം. ഇതിന് തൊട്ടടുത്തേ ഹോൾഡ് ചെയ്യാൻ പാടുള്ളൂ, പുറകോട്ടേക്ക് പിടിക്കാൻ പാടില്ല. ഓക്കെ, ഇവിടെ നമ്മൾ ഹോൾഡ് ചെയ്തിട്ടുണ്ട്. ഈ ഹോൾഡിൽ നിന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യാൻ നേരെ ഇങ്ങോട്ടേക്ക് വന്നു, ഇത് നേരെ ഇങ്ങോട്ടേക്ക്. ഓക്കെ, ജസ്റ്റ് സാധാരണ ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നു, ഇത് മാത്രം റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇത് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഒരു സൈഡ് മാത്രം ആദ്യം പ്രാക്ടീസ് ചെയ്യാം. സോ ഒരു സൈഡിൽ ബാക്കിലോട്ട്, ഒരു സൈഡിൽ നേരെ ഫ്രണ്ടിലോട്ട്. ഓക്കെ, അത് ടൈം പ്രാക്ടീസ് ചെയ്ത് അത് ഫ്രീ ആക്കി റൊട്ടേഷൻ വരാം. അതേ സാധനം ലെഫ്റ്റിലും ചെയ്യാം. സോ ലെഫ്റ്റിലും ആദ്യം പുറകോട്ടേക്ക് 10 കൗണ്ട് പുറകോട്ടേക്ക് ചെയ്യാം. അതേ സാധനം ഫ്രണ്ടിലോട്ടേക്കും 10 കൗണ്ട് ചെയ്യാം. ഓക്കെ, റൈറ്റും ലെഫ്റ്റും മാറി മാറി ചെയ്യാൻ എപ്പോഴും ഓർമ്മിക്കാം. പിന്നെ 2 സൈഡിൽ, അപ്പോൾ ഈ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം 2 സൈഡിൽ റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. ഒന്ന് ബാക്കിലോട്ട് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഓക്കെ, ബാക്കിലോട്ട് റൊട്ടേറ്റ് ചെയ്തു, ഇത് ബാക്കിലോട്ട്. ഓക്കെ, ഈ സൈഡിൽ മാത്രമേ ബാക്കിലോട്ട് വന്നു. ഇതേ സാധനം നമ്മൾ ഇവിടത്തേക്ക് വന്നു, ഫ്രണ്ട് ഇപ്പുറത്തെ സൈഡിൽ ഇവിടെയും റൊട്ടേഷൻ ചെയ്യാം. നമ്മൾ 2 പാർട്ടിലാണ് അല്ലേ, ഹാൻഡിന്റെ ഒന്നാമത്തെ ഭാഗം നമ്മൾ ഇപ്പുറത്തെ സൈഡിലൂടെയാണ് ഈ റൊട്ടേഷൻ ചെയ്യുന്നതെങ്കിൽ ഇതെന്താ ചെയ്യാം, ഇത് ഇങ്ങോട്ടേക്ക്. അപ്പോൾ നോക്കിയാട്ടെ, ഈ പിടി അങ്ങോട്ടേക്ക് വരും, പിടി ഭാഗം ഇപ്പുറത്തേക്ക് വരും. ഇവിടെ നിന്നാണ് നമ്മുടെ ഫ്രണ്ടിലെ റൊട്ടേഷൻ. നെഞ്ചക്ക് കറക്റ്റ് ലെങ്ത് നെഞ്ചക്കാണെങ്കിൽ നമുക്ക് ബോഡിക്ക് കൊള്ളില്ല കേട്ടോ. ഇവിടുന്ന് ഈ റൊട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ മുന്നിൽ കൂടിയാണ് റൊട്ടേറ്റ് ചെയ്യുക. ഇത്ര ലെങ്ത്തേ വരുള്ളൂ, അപ്പം ബോഡിക്ക് വന്ന് കൊള്ളുന്ന പ്രശ്നം ഉണ്ടാവില്ല. സോ ഇവിടുന്ന് ഇത് റൊട്ടേറ്റ് ചെയ്യാം. കൈ നേരെ സ്ട്രൈറ്റ് ആയി പിടിച്ച് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, അതായത് ബോഡിക്ക് ചേർന്ന് ഇങ്ങോട്ടേക്ക് റൊട്ടേഷൻ വരും. സോ ഇതാണ് റൊട്ടേഷൻ വരാം. ഓക്കെ, അപ്പോൾ നോക്കാം. ടേൺ ചെയ്ത് കഴിഞ്ഞാലും ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്, ഇതാണ് റൊട്ടേഷൻ. ഈ ഭാഗത്ത് ഇങ്ങോട്ടേക്ക് വരും. ക്ലിയർ? ഇവിടെ സോ ബോഡിക്ക് അകത്തൂടെ വരും. ഇതാണ് രണ്ടാമത്തെ പ്രാക്ടീസിന്റെ റൊട്ടേഷൻ എന്ന് പറയും. നമ്മൾ 3 റൊട്ടേഷൻ ഇപ്പോൾ പറഞ്ഞു. ഒന്ന് ഇവിടെ സൈഡിൽ, ഓക്കെ, അതേ സാധനം ബാക്ക് ഫ്രണ്ടിലേക്കും ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും അത് ലെഫ്റ്റിലും റൈറ്റിലും റിപ്പീറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ലെഫ്റ്റ് ചെയ്ത സാധനം അങ്ങോട്ടേക്ക് ചെയ്യാം. ഇപ്പോൾ കൈ ഇങ്ങനെയുള്ളത്, കൈ ടേൺ ചെയ്ത് നോക്കിയിട്ട് ഈ ഭാഗത്തുനിന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് കൊണ്ടുവരുന്ന സമയത്ത് നേരത്തെ ഇത്രയേ ഉള്ളൂ, ഈ ഹോൾഡ് ഇവിടെ നിന്നാണ് ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇതുപോലെ ഈ ഭാഗത്തേക്ക് ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യും. ആദ്യം ബാക്കിലോട്ട് ബാക്ക് റൊട്ടേഷൻ. ഓക്കെ, ബാക്ക് റൊട്ടേഷൻ 10 പ്രാവശ്യം ചെയ്യാം. അത് നേരെ ഫ്രണ്ടിലോട്ട്. സോ ഫ്രണ്ട് റൊട്ടേഷൻ 10 പ്രാവശ്യം ഇവിടുന്ന് ഫ്രണ്ടിലോട്ട് റൊട്ടേറ്റ് ചെയ്യാം. സെയിം സാധനം ലെഫ്റ്റിൽ. അപ്പോൾ റൈറ്റ് ചെയ്ത സാധനം ലെഫ്റ്റ് ചെയ്യാൻ മറക്കരുത്, ലെഫ്റ്റ് അതേപോലെ. ഓക്കെ, അത് നെഞ്ചൊക്കെ നമുക്ക് 2 കൈ കൊണ്ട് യൂസ് ചെയ്യണം, ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ട് റൈറ്റും ലെഫ്റ്റും മാറാതെ ചെയ്യാം. ഇതുപോലെ ഫ്രണ്ടിലോട്ട് ചെയ്തു, ശേഷം നേരെ ഫ്രണ്ട്, ആദ്യം ബാക്ക്, തന്നെ ഫ്രണ്ടിലോട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് ഇതിലെ 4ാമത്തെ ടൈപ്പ് എന്ന് പറയാം. നമ്മൾ പഠിച്ചത് ഒരു സൈഡ് ഇപ്പത്തും ചെയ്യാം, അത് റിവേഴ്സും ഫോർവേഡും. ഓക്കെ, ഇത് നേരെ ബാക്ക്, അതേപോലെ ഫ്രണ്ട്. ഇനി ഇൻസൈഡിൽ ഇവിടെ ആദ്യം ബാക്ക് ബാക്ക്. ഓക്കെ, ആ സാധനം ഫ്രണ്ട്, നേരെ ഫ്രണ്ടിലേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നു. ഇനി ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യാം. ഇങ്ങനെ കമ്പൈൻ ചെയ്യാം. ആദ്യം ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട്, ഇവിടെ ബാക്കിലോട്ട് വന്നു, ഇവിടെ ഫ്രണ്ട്, ഇതുപോലെ റൊട്ടേറ്റ്. ഓക്കെ, 2 സൈഡിലായിട്ട് 1 2 1 2. നമ്മൾ സ്റ്റിക്ക് റൊട്ടേഷൻ ഒക്കെ പോലെ തന്നെ സ്റ്റിക്ക് റൊട്ടേഷൻ അതേ പ്രോസസ്സിൽ നമ്മൾ ആദ്യം എങ്ങോട്ടേക്ക് എടുക്കുന്നു, ആദ്യം ഇത് ബാക്കിലോട്ടേക്ക് വന്നു. ഓക്കെ, സോ ബാക്കിലേക്ക് റൊട്ടേറ്റ് ചെയ്തു, പിന്നെ ഇത് ഫ്രണ്ടിലോട്ട്, ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട്. പിന്നെ കൈ മൂവ് ചെയ്ത് നോക്കിയാണ്, കൈയുടെ എൻഡ് മൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്. കൈയുടെ എൻഡ് ആദ്യം ഇപ്പുറത്താണെങ്കിൽ ഇത് മൂവ് ചെയ്തു, അപ്പോൾ നെഞ്ചക്കിൻ്റെ ഈ ഭാഗം ഇങ്ങോട്ടേക്ക് വരും. ഓക്കെ, നമ്മൾ അകത്തോട്ട് വരും. അപ്പോൾ ആദ്യത്തെ റൊട്ടേഷൻ കഴിഞ്ഞു. ഇനി ഇത് ഇങ്ങോട്ടേക്ക് ടേൺ ചെയ്യുമ്പോൾ കൈ നേരെ പുറകോട്ടേക്ക്. അപ്പോൾ ഇത് 1 2 1 2 ഇതാണ് കൈക്ക് റൊട്ടേഷൻ വരുന്നത്. ഓക്കെ, നോക്കാം, ഇത് പുറകിലോട്ട് 1 2 1 2 1 2. ഓക്കെ, അപ്പോൾ 2 ഭാഗം നോക്കിയാൽ 1 2. ഇപ്പോൾ ടേൺ ചെയ്യുന്ന സമയത്ത് 2 ഭാഗത്തേക്കും റൊട്ടേറ്റ് ചെയ്യും. 1 2 1 2 1 2. ഓക്കെ, ഇത് സ്പീഡ് പിടിച്ചു. ഇത് 2 സൈഡിലും എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എന്താക്കാം, മാക്സിമം സ്പീഡിലാക്കി എടുക്കാം. ഇതാണ് ഫസ്റ്റ് പ്രാക്ടീസിന് സാധനം. ഇത് ഫസ്റ്റ് പ്രാക്ടീസ് ഇത് ചെയ്യാം. അതേ സാധനം ലെഫ്റ്റിലും ചെയ്യാം. ഓക്കെ, റൈറ്റ് ചെയ്തു, ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട് ബാക്ക് ഫ്രണ്ട്. ഇത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് ഇപ്പോൾ കൈയുടെ മോഷൻ കേട്ടോ. കൈ ശരിക്കും കൈ ആകെ ജസ്റ്റ് നമ്മൾ ടേണിങ് വരുന്നു. എങ്ങനെ, ഒന്നാമത് ബാക്കിലോട്ട് പോകുമ്പം ഈ ബാക്കി ഇപ്പുറത്തേക്ക് വരും, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ സൈഡിലോട്ട് ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈ ഒരു ടേണിങ് മാത്രമേ കൈക്ക് വരുന്നുള്ളൂ. കൈയുടെ പോർഷൻ മൂവ് ചെയ്യുന്നത് താഴെ നിന്ന് ഇത്ര മാത്രമേ മോഷൻ വരുള്ളൂ അല്ലേ. ശരിക്കും ഈ ഒരു മോഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന് ഇങ്ങോട്ടേക്ക് എടുത്തു, ഇപ്പുറത്തേക്ക് എടുത്തു, ഇങ്ങോട്ടേക്ക് എടുത്തു, ഇപ്പുറത്തേക്ക് എടുത്തു, ഇങ്ങോട്ടേക്ക് എടുത്തു, ഇപ്പുറത്തേക്ക്. ആ റൊട്ടേഷൻ സ്റ്റോപ്പ് ആവാതെ എന്ത് ചെയ്യാം, 2 സൈഡിലും റൊട്ടേറ്റ്. ഓക്കെ, ഇതേ സ്ഥലം തിരിച്ച് ചെയ്യാം. തിരിച്ചെന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ടേക്ക് വരും, ഈ ഓർഡറിൽ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്നത് എങ്ങോട്ടേക്കാണ്, ആദ്യം ഇത് ബാക്കിലേക്ക് എടുത്തിട്ടാണ് ഫ്രണ്ടിൽ വന്നത്.
ഇതേ സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ബാക്കിലോട്ട് നിന്ന് വരും, ഇവിടെ ഫ്രണ്ടിലെടുത്ത് ഇവിടെ അകത്തോട്ട്. ഓക്കെ, ഇവിടെ ഫ്രണ്ട്, ഇവിടെ അകം, ഫ്രണ്ട് അകം, ഫ്രണ്ട് അകം. ഇത് ഇത് ലെഫ്റ്റും റൈറ്റും പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ നമ്മൾ ചെയ്ത റൊട്ടേഷൻസ് ഒക്കെ ആയിട്ട് ഇന്ന് ബേസിക് ആയിട്ട് നമുക്ക് ഇതേ ഉള്ളൂ. സോ ബേസിക് റൊട്ടേഷന് ശേഷം എങ്ങനെയാണ് ഹോൾഡുകൾ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ പഠിക്കാം. ഇന്നത്തെ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. എങ്ങനെ വരുന്നത്, ഒന്ന് ആദ്യം പ്രാക്ടീസ് ചെയ്യേണ്ടത് ഇത് നേരെ ബാക്കിലോട്ട്. ഇതിലധികം ടേണിംഗ് ഒന്നുമില്ല അല്ലേ, ഈ കൈ അധികം മൂവിംഗ് ഒന്നുമില്ല. നേരെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, ഈ ഒരു ഹോൾഡിൽ നേരെ ഒരു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യാം. അതേ സാധനം തിരിച്ച് റിവേഴ്സ് ചെയ്യാം. ഓക്കെ, അതേ സാധനം ലെഫ്റ്റിലും ചെയ്യാം. അപ്പൊ അത് ആദ്യത്തെ നമുക്ക് 2 റൊട്ടേഷൻ ആയിട്ട് പറയാം. ഒന്ന് ബാക്കിലോട്ട് ഫസ്റ്റ് വൺ, ഓക്കെ, നേരെ തിരിച്ച് റിവേഴ്സ് സെക്കൻഡ് വൺ. ഓക്കെ, അതേപോലെ ലെഫ്റ്റിലും ചെയ്യാം. അതിനുശേഷം പിന്നെ അടുത്ത ചെയ്യണം, അടുത്ത് ചെയ്യുന്ന സമയത്ത് അകത്തെ സൈഡിൽ, ഓക്കെ, അകത്തായിട്ട് നമ്മൾ ആദ്യം ഇൻസൈഡ് അകത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ഇങ്ങോട്ടേക്കാണ്, പുറകിലോട്ടാണ്. പുറകിലോട്ട് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അല്ലെ, ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് ആദ്യത്തെ റൊട്ടേഷൻ. സോ പുറകിലോട്ടേക്ക് വന്നു, ഈ റൊട്ടേഷൻ ഇങ്ങോട്ടേക്ക്. റൊട്ടേറ്റ് ചെയ്യുന്ന ഡയറക്ഷൻ നോക്കിയിട്ട് അവിടുന്ന് ഇങ്ങോട്ടേക്കാണ് റൊട്ടേഷൻ വരുന്നത്, അവിടുന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ റൊട്ടേറ്റ് ചെയ്തു. അതിനുശേഷം അതേ സാധനം. അപ്പൊ നമുക്ക് നാലാമത്തെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഇതാണ് നാലാമത്തെ ടേൺ. അപ്പൊ നാലാമത്തേന് നേരെ റിവേഴ്സ് ആയിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതെല്ലാം ഒരേ സൈഡിലാണ്. നോക്കിയിട്ട് ഏത് സൈഡിൽ നിന്ന്, ഇവിടെ അകത്തുനിന്നാണ് ഇങ്ങനെ പുറത്തേക്ക്, അകത്തുനിന്ന് പുറത്തേക്ക് നമ്മുടെ റൊട്ടേഷൻ വരും. ഓക്കെ, സോ ഇത് അകത്തുനിന്ന് പുറത്തേക്ക്. ഇത് മൂന്നാമത്തത് 4, 3, 4 ഇതിൽ വരും. അപ്പൊ ആദ്യത്തത് 1 ബാക്കിലോട്ട്, അവിടെ തന്നെ 2, ഓക്കെ, 3 ഞാൻ റിവേഴ്സ് 4. ഓക്കെ, ഓർമ്മിക്കാം, സെയിം സാധനം 2 കൈക്കും ഒരേപോലെ ചെയ്യാം. 2 കൈക്കും പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം അഞ്ചാമത്തേല് 1 2 1 2 1 2 2 സൈഡിൽ 1 2 1 2 1 2. ഇത് ചെയ്തിരിക്കുന്ന ഇവിടെ ഇത് ആദ്യം എങ്ങോട്ടേക്ക് എടുക്കുന്നത്, ആദ്യം പുറകിലോട്ടേക്ക് എടുത്ത് ഫ്രണ്ട്, പുറക് ഫ്രണ്ട്, പുറക് ഫ്രണ്ട്, പുറകിലെടുത്തു ഫ്രണ്ടിലോട്ട് പോകും. ഓക്കെ, ഇനി അതേ സാധനം ആറാമത്തിൽ എന്ത് ചെയ്യാം, നേരെ തിരിച്ചാം. ഇവിടെ ആദ്യം പുറകോട്ടേക്ക് എടുത്തതിന് പകരം ഫ്രണ്ട് ഫ്രണ്ട് ബാക്ക്. ഓക്കെ, ഇവിടെ കൈ ഇതുപോലെ റൊട്ടേഷൻ, മുന്നിലേക്ക് റൊട്ടേഷൻ വരും. ഇത് ഫോം ചെയ്യുന്ന ഒരു ഇൻഫിനിറ്റി നമ്മൾ ചെയ്യുന്ന പോലെ, നമ്മുടെ മാത്സിൽ ഇൻഫിനിറ്റി എന്നുള്ള ലെറ്ററിൽ അതേപോലെ ഇതാണ് സിമ്പിൾ വരും. അതുപോലെ കൈ പോകുന്നത്. ഒന്നൊക്കെ ഇവിടുന്ന് ഒരു ഇൻഫിനിറ്റി വരയ്ക്കുന്നു, ഇങ്ങനെ ഇൻഫിനിറ്റി, 2 സൈഡിലും ഇൻഫിനിറ്റി നമ്മൾ വരയ്ക്കുന്ന പോലെ. ഓക്കെ, നിങ്ങൾ ചിത്രത്തിൽ ഇവിടെ എടുക്കുക, ഇങ്ങനെ വന്ന് ഇങ്ങനെ, ഇതാണ് നമ്മുടെ റൊട്ടേഷൻ. അതേപോലെ കഴിയണം, 1 2 1 2, അതേ പോയിന്റിൽ കൂടെ തിരിച്ചു പോകുന്നത്. ഇതാണ് നെഞ്ചുകൊല്ലുള്ള 6 റൊട്ടേഷൻ. സോ ആദ്യത്തെ ബേസിക് ആയിട്ടുള്ള 6 റൊട്ടേഷൻ പ്രാക്ടീസ് ചെയ്യാം. പിന്നെയാണ് നമുക്ക് ബോഡി പ്രാക്ടീസ് ചെയ്യാം. ബോഡി ഇതും നമുക്ക് ഫോൾഡുകളും ബാക്കി ടോട്ടൽ റൊട്ടേഷൻസിന് ഓരോ സ്റ്റെപ്പായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ ആദ്യം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഈ 6 സ്റ്റെപ്പ് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യാം. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതിന് ഡിഫറെന്റ് ഹോൾഡുകൾ പഠിക്കും. ഇതാണ് ആദ്യം ബേസിക് ആയിട്ട് നമുക്ക് പ്രാക്ടീസ് ആവുന്ന സാധനം.